ആത്മഹത്യയാണെന്നാ പറയുന്നത്. ആർക്കറിയാം? തള്ളയും മോളും മാത്രമല്ലേ ഉള്ളൂ. അവനരികിലൂടെ പോയ രണ്ടുപേരിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞതും സിദ്ധുവിൻ്റെ ഉടലാകെ ഒരു തരിപ്പ് പടർന്നു കയറി. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ തറഞ്ഞിരുന്നു. സച്ചു, സച്ചു. അവൻ്റെ ഉള്ളം മന്ത്രിച്ചതും അവൻ കാല് തുറന്ന് വേഗത്തിൽ പുറത്തേക്കിറങ്ങി സച്ചുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. സച്ചുവിൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുള്ള ആളുകളെ കണ്ടതും അവൻ്റെ ഉള്ളു പിടഞ്ഞു. ഒരടി അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. നീല ടാർപ്പ വിരിച്ച് മുറ്റത്ത് വലിച്ചു കെട്ടിയിട്ടുണ്ട്. കസേരകളും മുറ്റത്ത് ഒരു സൈഡിലായി നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസും. അകത്തു നിന്നും കുന്തിരിക്കത്തിൻ്റെ മണവും അന്ത്യകൂദാശയും. രാവിലെ സച്ചുവിനെ വിളിക്കാനായി മുറിയിലേക്ക് പോയതാണ് മമ്മ നേരത്തെ എഴുന്നേൽക്കും. സച്ചു കൂടെ കിടക്കണ്ട എന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ മമ്മ അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാനായി അടുത്തു തന്നെ ഒരു ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നും പതിവ് പോലെ മമ്മ എഴുന്നേറ്റ് പോകുമ്പോൾ അവളുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുകയാണ് സച്ചു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് താഴേക്ക് ഇറങ്ങി വന്നത്. സച്ചുവിന് മരുന്നും ഫുഡും കഴിക്കാനുള്ള ടൈമായതും മമ്മ മുകളിലേക്ക് മുറി തുറന്ന് അകത്തേക്ക് കയറിയതും അവർക്കാകെ ഒരു മൂകത തോന്നി. എന്തോ ആപത്ത് സംഭവിക്കാനുള്ളതുപോലെ അവരുടെ മനസ്സൊന്ന് പിടഞ്ഞു. കണ്ണട ശാന്തമായി ഉറങ്ങുന്ന സച്ചു അവരിൽ എന്തെന്നില്ലാത്ത വേദന തീർത്തു. ഇടറുന്ന കാലടികളോടെ അവർ അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് പതിയെ തട്ടി വിളിച്ചു, സച്ചു, സച്ചു മോളെ. എന്നാൽ അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവളുടെ കിടത്തം അവരിൽ ഭയം ജനിപ്പിച്ചു. സച്ചു മോളെ. അവർ അവളെ ശക്തിയിൽ കുലുക്കി വിളിച്ചു, സച്ചു. അവർ വാവിട്ട് കരഞ്ഞു. തൻ്റെ മകൾ വേദനയില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്ന പോലെ. അവരുടെ നിലവിളി കേട്ട് താഴെ ജോലിക്കെത്തിയ ചേച്ചി ഓടി വന്നു. മമ്മയുടെ സമനില തെറ്റിയതുപോലെയുള്ള നിൽപ്പ് കണ്ടതും അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അവർ വേഗം സച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് മൂക്കിന് താഴെ വിരൽ വെച്ച് നോക്കി. പൊടുന്നനെ വിരൽ പിൻവലിക്കുകയും ചെയ്തു. സച്ചു മരിച്ചെന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സച്ചു എഴുന്നേക്ക് മോളെ. നീ പോയ പിന്നെ മമ്മയ്ക്ക് ആരാടി? സച്ചു മോളെ. അവൾ പദം പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ ലോകത്തോട് വിട പറയുമെന്നറിയാം. എങ്കിലും ഒന്നും പറയാതെ, ഒരു സൂചന പോലും നൽകാതെ പോയപ്പോൾ എന്തെന്നില്ലാത്ത വേദന. അവളിലെ വേദന തന്നിലേക്ക് പടർന്നു കയറുന്നത് പോലെ മമ്മയ്ക്ക് തോന്നി. അവിടെ നിൽക്കുന്ന സ്ത്രീ വേഗം ഫോൺ എടുത്ത് സച്ചുവിൻ്റെ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ 10 മിനിറ്റിൽ എത്താമെന്ന് പറഞ്ഞു. മരിച്ചെന്നുറപ്പായെങ്കിലും ആരെയെങ്കിലും വിളിച്ച് സ്ഥിരീകരിക്കണമല്ലോ. നാളെ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച വരാൻ പാടില്ല. പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ 10 മിനിറ്റിലെത്തി. അപ്പോഴേക്കും തളർന്ന മമ്മയെ ജോലിക്കാരി അപ്പുറത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നു. ഡോക്ടർ വന്ന് സച്ചുവിനെ പരിശോധിച്ചു. ബോഡിയുടെ ടെമ്പറേച്ചർ അനുസരിച്ച് സച്ചു മരുന്നിച്ചിട്ട് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞു. മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നും. ഇതൊക്കെ കേട്ട് കൂടുതൽ തളർന്നതും അമ്മയാണ്. തൊട്ടപ്പുറത്തുണ്ടായിട്ടും താൻ തൻ്റെ പൊന്നുമോളുടെ ഒരു ശബ്ദം പോലും കേട്ടില്ലല്ലോ എന്നവർ പരിതപിച്ചു. അറിഞ്ഞിരുന്നെങ്കിൽ മരണസമയം തൻ്റെ മോളുടെ കൂടെ തന്നെ നിൽക്കാമായിരുന്നു. ഇതൊക്കെ കേട്ട് കൂടുതൽ തളർന്നത് മമ്മയാണ്. തൊട്ടപ്പുറത്തുണ്ടായിട്ടും താൻ തൻ്റെ പൊന്നുമോളുടെ ഒരു ശബ്ദം പോലും കേട്ടില്ലല്ലോ എന്നവർ പരിതപിച്ചു. അറിഞ്ഞിരുന്നെങ്കിൽ മരണസമയം തൻ്റെ മോളുടെ കൂടെ തന്നെ നിൽക്കാമായിരുന്നു. ഇനിയൊന്ന് കാണാനോ സംസാരിക്കാനോ കഴിയാത്ത ലോകത്തേക്ക് അവൾ യാത്രയായി എന്ന സത്യം അവരെ തളർത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നിർദ്ദേശിച്ചെങ്കിലും ഇനിയും തൻ്റെ മകളെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മമ്മ ആദ്യ ഉദ്യമത്തെ വിലക്കി. ഒരുപാട് വേദന സഹിച്ചവളാണ്. മരിച്ചു കിടക്കുമ്പോഴെങ്കിലും വേദന എന്തെന്നത് അവൾ പൂർണ്ണമായും മറക്കട്ടെ. അതാണ് മമ്മ കരുതിയത്. മമ്മ പറഞ്ഞതിനോട് ഡോക്ടറും യോജിച്ചു. കാരണം അവർക്ക് നന്നായി അറിയാം അവൾ ഈ ചുരുങ്ങിയ കാലയളവിൽ എത്ര വേദന സഹിച്ചിട്ടുണ്ടെന്ന്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടർ സിദ്ധുവിനെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും മമ്മ സമ്മതിച്ചില്ല. മിഥുൻ പറഞ്ഞു അവൻ വൈകിയോടൊപ്പം ഹോസ്പിറ്റലിലാണെന്ന് അവർക്കറിയാം. സിദ്ധുവിന് പകരം മിഥുൻ്റെ നമ്പർ കൊടുത്തു. പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരെയും കാത്തു നിൽക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. മരണാനന്ത ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും മിഥുനെത്തി. കൂടെ വർഷയും. നിശ്ചലമായി കിടക്കുന്ന സച്ചുവിനെ കണ്ടവർ ഒരു നിമിഷം പകച്ചു നിന്നു. ഒരിക്കലും അവളുടെ മരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ഷോക്ക് അവർക്കുണ്ടായിരുന്നു. സിദ്ധുവിനെ അറിയിക്കേണ്ട എന്നും അമ്മ ആ സങ്കടത്തിലും ചട്ടം കെട്ടി. അറിഞ്ഞാൽ പിന്നെ അവൻ വൈകിയ ഹോസ്പിറ്റലിൽ നിർത്തി വരുമെന്ന് അവർക്കറിയാം. അവൾക്കിപ്പോൾ അവൻ കൂടെ വേണ്ട സമയമാണെന്നും ഈ സമയത്ത് അവനെ അറിയിക്കണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അപ്പോൾ അറിയട്ടെ. എന്തോ ആ നിമിഷം അവർക്ക് അങ്ങനെ തോന്നി. സച്ചുവിൻ്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യമാണ് താൻ ചെയ്യുന്നത് എന്നറിയാം. എങ്കിലും മരിച്ചു കിടക്കുന്ന സച്ചുവിനെ അവർ കാണേണ്ട, അതവൻ്റെ കൂടുതൽ
അവൻ കാണണ്ട, അതവനെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തുമെന്ന് അവർക്ക് തോന്നി. അവൻ സങ്കടപ്പെടുന്നത് തൻ്റെ മോൾക്ക് സഹിക്കാൻ കഴിയില്ല. തൻ്റെ സച്ചു സങ്കടപ്പെടുന്നത് തനിക്കും. അവസാനത്തെ യാത്രയിലെങ്കിലും അവൾ സന്തോഷവതിയായിരിക്കട്ടെ. ചിലപ്പോൾ ഒരമ്മയുടെ സ്വാർത്ഥതയാവാം. പക്ഷെ ഇതാണ് തൻ്റെ ശരിയെന്നവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പടികൾ കയറി ഹാളിലെ ഡോറിനരികിലെത്തിയതും അകത്ത് ഹാളിന് നടുവിൽ ശവമഞ്ചലിൽ ചമഞ്ഞ് പുതുമണമാട്ടിയെ പോലെ കിടക്കുന്ന സച്ചുവിനെ കണ്ടതും അവൻ തളർച്ചയോടെ നിലത്തെ കൂർന്നിരുന്നു. തൻ്റെ കണ്ണുകൾ കള്ളം എന്നവൻ ഒരു വേള ചിന്തിച്ചു. അല്ല, ഇതൊന്നും മിഥ്യയല്ല, പച്ചയായ സത്യം തന്നെയാണ്. തൻ്റെ മണവാട്ടിയായി വരാൻ കുതിച്ചവളിതാ ഇന്ന് കർത്താവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. തളർച്ചയോടെ ഇരുന്നിടത്തിരുന്നവൻ അവളെ തന്നെ ഉറ്റുനോക്കി. വെള്ളയുടുപ്പിൽ അവൾ അതിമനോഹരിയാണെന്ന് അവന് തോന്നി. അവളുടെ മുഖം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമാണെന്നും അവൻ ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. തന്നോടൊരു വാക്കുപോലും പറയാതെ എങ്ങനെ കഴിഞ്ഞു അവൾക്ക് പോകാൻ? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് തന്നോടുള്ള പ്രണയം. അവന് മനസ്സ് നീറി തുടങ്ങി. അതിൽ പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് രൂപാന്തരപ്പെട്ടു. സിദ്ധു പൊട്ടിക്കരച്ചിലൂടെ മുഖം പൊത്തിക്കരഞ്ഞു. എല്ലാവരുടെയും നോട്ടം അവൻ്റെ നേർക്ക് നീണ്ടു. മമ്മിയുടെയും വർഷയുടെയും എല്ലാം. താൻ ആരാണോ കാണാൻ പാടില്ലെന്ന് കരുതിയത് അവനിതാ മുന്നിൽ. ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്നറിയാം. എന്നാലും അവന് നിയന്ത്രണം വിട്ടുപോയി. ജീവന്റെ പാതിയായി കൂടെ കൂടാമെന്ന് വാക്ക് തന്നവളാണ് ഇന്ന് ജീവിതത്തിന്റെ പാതി വഴിയിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോയിരിക്കുന്നത്. അവൾക്ക് വേണ്ടി താൻ വിലക്കെടുത്തവൾ ഇന്നും താൻ നൽകിയ വേദനയിൽ നീറിക്കഴിയുന്നുണ്ട്. 2 ജന്മങ്ങളെയും ഉദരത്തിൽ പേറിക്കൊണ്ട്. അവന് ഓർക്കും തോറും സങ്കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു കൈ വന്ന് ചുമലിൽ പതിച്ചതും അവൻ മുഖമുയർത്തി നോക്കി. മിഥുനാണ്. സിധു, അവൻ അലിവോടെ വിളിച്ചു. മിഥു, നീ പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മിഥുൻ അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. തൻ്റെ വാക്കുകളൊന്നും അവൻ ആശ്വാസവുമേകില്ല. തനിക്കറിയാം സച്ചു ആരായിരുന്നു, അവൾക്ക് എന്തായിരുന്നു അവനെന്നും. അവരുടെ പ്രണയം തന്നോളം നേരിട്ട് കണ്ടവർ ആരും ഉണ്ടാവില്ലല്ലോ. മിഥുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധുവിന് പ്രണയിനിയാണെങ്കിൽ തനിക്ക് പ്രിയ കൂട്ടുകാരിയാണ്. സച്ചുവിനോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും അവൻ്റെ മുന്നിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾക്കായി വാങ്ങിയ ചുവന്ന റോസാപ്പൂക്കൾ ഓർമ്മ വന്നതും അവൻ പൊടുന്നനെ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. മിഥുൻ അവൻ പോകുന്നത് സംശയത്തോടെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു പിടി റോസാപ്പൂക്കളുമായി കയറി വരുന്നവനെ ഉള്ളിലെ തിങ്ങിയ വേദനയോടെ മിഥുൻ നോക്കി നിന്നു. അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൾക്കായി വാങ്ങിയതാ ഞാൻ. പക്ഷേ അത് ഞാൻ അവൾക്ക് നൽകുന്ന അവസാന സ്നേഹപുഷ്പങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ലടാ. മിഥുനോട് അത്രയും ഗദ്ഗതത്തോടെ പറഞ്ഞുകൊണ്ട് സിദ്ധു സച്ചുവിനരികിലേക്ക് നടന്നു. സച്ചുവിനെ അവൻ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. കണ്ടിട്ടും മതി വരാത്തതുപോലെ ഇനിയൊരു കാഴ്ച കാണണമെന്ന് ആഗ്രഹിച്ചാലും ഉണ്ടാവില്ലെന്നറിയാം. തന്നോട് കളി പറഞ്ഞ് കൊഞ്ചി കുസൃതി കാണിച്ചിരുന്ന തൻ്റെ സച്ചു പറയാതെ പെട്ടെന്നൊരു ദിവസം എന്നെ തനിച്ചകി പോകാനാണോടി എന്നെ ഇത്രത്തോളം പ്രണയിച്ചത്. അവൻ്റെ മനസ്സ് അവളോട് പരിഭവിച്ചുകൊണ്ടിരുന്നു. കയ്യിലുള്ള പൂക്കൾ അവളുടെ കൂട്ടിപ്പിണച്ച് കുരിശു പിടിച്ച കൈകൾക്ക് താഴെ വെച്ചു. അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് വിതുമ്പുന്ന ചുണ്ടുകളോടെ അവളുടെ മൂർധാവിൽ ചുംബിച്ചു. തൻ്റെ സച്ചുവിന് നൽകുന്ന അവസാനത്തെ ചുംബനം. അവൻ്റെ കണ്ണുനീർ അവളുടെ നെറ്റിത്തടത്തിൽ പടർന്നു. ചുംബിച്ചു മതിവരാത്തതുപോലെ അവൻ്റെ ചുണ്ടുകളെ വേർപെടുത്താൻ മടിച്ചു. മിഥുൻ വന്ന് അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയതും അവൻ്റെ കൈകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് സിദ്ധു എഴുന്നേറ്റു. കരഞ്ഞു ചുവന്ന മിഴികളെ ചുമലിൽ തുടച്ചുകൊണ്ട് ഇടറുന്ന കാലടികളോടെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് സിദ്ധു കാറ്റുപോലെ പുറത്തേക്ക് പോയി. ആ സമയം അവൻ്റെ മനസ്സ് തീർത്തും ശൂന്യമായിരുന്നു. സച്ചു എന്ന പ്രണയം തീർത്ത ശൂന്യത. വീട്ടിലെത്തിയതും സിദ്ധു ഹാളിലിരിക്കുന്ന വൈകിയെയും സീതാമ്മയെയും ഒന്നും ഗൗനിക്കാതെ അവർക്ക് മുഖം കൊടുക്കാതെ വേഗത്തിൽ മുകളിലേക്ക് പോയി. സച്ചു ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു രാത്രിയിലേ വരുന്നു പറഞ്ഞു പോയ സിദ്ധു പെട്ടെന്ന് എന്താ വന്നത് എന്ന് വൈക ചിന്തിച്ചു. അവൻ്റെ മുഖഭാവം അത്ര നല്ലതായും അവൾക്ക് തോന്നിയില്ല. മുകളിലെ മുറിയിലെ വാതിൽ ഉറക്കയടയുന്ന ശബ്ദം കേട്ടതും വൈക ചെവി പൊത്തി. സീതാമ്മയുടെ മുഖം ചുളഞ്ഞു. ഇവനിതെന്തു പറ്റി? സീതാമ്മ വൈകിയോടെന്ന പോലെ ചോദിച്ചു. അവളും അറിയില്ലെന്ന പോലെ ചുമല് കൂച്ചി. വൈകിയ മുറിയിൽ തനിയെ ഇരുന്ന് മടുത്തപ്പോൾ ജാനകി ചേച്ചിയുടെ സഹായത്തോടെ ഹാളിലേക്ക് വന്നിരുന്നതാണ്. അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. എങ്കിലും മടുത്തു തുടങ്ങിയാൽ പിന്നെ എന്തു ചെയ്യും? പെട്ടെന്ന് മുകളിലെ മുറിയിൽ എന്തൊക്കെ വീണുടയുന്ന ശബ്ദം കേട്ടതും ഇരുവരും ഒന്ന് ഭയന്നു. മുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരസ്പരം മേഴിച്ചു നോക്കി. ജാനകി, ജാനകി! സീതാമ്മ വിളിച്ചതും അവർ അവിടെ ഓടിയെത്തി. അവരുടെ കണ്ണും കാതും ആദ്യം പോയത് മുകളിലേക്ക് തന്നെയാണ്. ജാനകി, സിദ്ധു മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്താ അവിടെ സംഭവിക്കും?
എന്നറിയില്ല, നീ ഒന്ന് കയറി നോക്കിക്കേ. സീതാമ്മ പറഞ്ഞതും ഭയത്തോടെയെങ്കിലും അവർ മുകളിലേക്ക് പടികൾ കയറി. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആദ്യമായാണ് അരങ്ങേറുന്നത്. മുകളിൽ കയറി നോക്കിയ ചേച്ചി സിദ്ധുവിൻ്റെ അടഞ്ഞുകിടക്കുന്ന മുറിക്ക് മുന്നിൽ പകച്ചു നിന്നു. അവർ വാതിലിൽ കൊട്ടി സിദ്ധുവിനെ വിളിച്ചു. പക്ഷേ അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവർ താഴേക്ക് തന്നെ തിരിച്ചിറങ്ങി. വൈകിയും സീതാമ്മയും കാര്യം എന്താണെന്നറിയാൻ വെപ്രാളത്തോടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, സിദ്ധുവേട്ടൻ? അവരെ കണ്ടപാടെ വൈക ചോദിച്ചു. അറിയില്ല കുഞ്ഞെ, വിളിച്ചിട്ട് തുറക്കുന്നില്ല. മുറിക്കുള്ളിൽ എന്തൊക്കെയോ തല്ലി പൊളിക്കുകയാണെന്ന് തോന്നുന്നു. അവർ പകപ്പോടെ വൈകയോട് പറഞ്ഞു. ചേച്ചി, എന്നെ ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. വൈക പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വൈകെ വേണ്ട, നീ മുകളിലേക്ക് കയറണ്ട, അത് ശരിയാവില്ല. സീതാമ്മ അവളെ തടഞ്ഞു. വേണോ അമ്മേ? സിദ്ധുവേട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തു പറ്റിയോ ആവോ, എനിക്കറിയണോ അത്. അവളുടെ വാക്കുകളിലെ ദൃഢത തിരിച്ചറിഞ്ഞ സീതാമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർക്കുള്ളിലും സിദ്ധുവിൻ്റെ മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാഞ്ഞിട്ടുള്ള ആധിയായിരുന്നു. ചേച്ചി പതിയെ വൈകിയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു. വൈകിക്കും ചെറിയൊരു ഭയം തോന്നുന്നിരുന്നില്ല. കാരണം ഇതൊക്കെ തനിക്ക് ഡോക്ടർ വിലക്ക് ഏർപ്പെടുത്തിയതാണ്. എങ്കിലും സിദ്ധുവിന് ഇങ്ങനെ പെരുമാറാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന് അവൾക്കറിയണമായിരുന്നു. അവൾ ചേച്ചിയുടെ കൈ പിടിച്ച് പതിയെ പടികൾ കയറി. സിദ്ധുവിൻ്റെ മുറിക്ക് മുന്നിലെത്തിയതും അകത്തെ ശബ്ദ കോലാഹലങ്ങളെല്ലാം നിലച്ചിരുന്നു. വൈക പതിയെ വാതിലിൽ കൊട്ടി. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ. അവൾ അവനെ പേര് ചൊല്ലി വിളിച്ചു തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞതും വാതിലിൻ്റെ കുറ്റി മാറ്റുന്ന ശബ്ദം അവൾ കേട്ടു. അവൾ അക്ഷമയോടെ അവിടേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും സിദ്ധു വാതിൽ തുറന്ന് അവൾക്ക് മുന്നിൽ നിന്നു. അവനെ കണ്ടതും അവളൊന്നും ഞെട്ടാതിരുന്നില്ല. ആകെ ഒരു ഭ്രാന്തനെ പോലെ. ഇവിടെ നിന്നും പോകുമ്പോൾ ഉണ്ടായിരുന്ന സിദ്ധുവാണെന്ന് പറഞ്ഞറിയിക്കണം. അത്രയ്ക്കും അലങ്കോലമായ രൂപം.